നമ്മളിന്ന് വന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനികൾ കിടില കല്യാണം കൂടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആദ്യം പോയത് വെളുക്കണ്ണക്കിൻ്റെ മുല്ല. അവിടെ ചെന്ന് കയറിയപ്പോഴേ അവർ തണ്ണിമത്തൻ ജ്യൂസ് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ അതാണ് കുടിച്ച് നോക്കിയത്. അത് സംഭവം രക്ഷയില്ല. തണ്ണിമത്തൻ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാംഗോ ജ്യൂസാണ്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ആദ്യം പൊക്കിയത് കുറച്ച് എണ്ണ പലഹാരങ്ങളാണ്. അത് സമൂസയെന്ന് മനസ്സിലായി. ഇതും പിന്നെ വേറൊരു സാധനങ്ങളുണ്ടായിരുന്നു. ഈ രണ്ട് സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനാണ് കൂട്ടുകാരെ. അതിൻ്റെ പാത്രം ഈ പേര് അറിയത്തില്ല. നമ്മുടെ സാധനം കൈ കിട്ടിയോടെ ഞാൻ അവിടുന്ന് സ്ഥലം വിട്ട് ഞാൻ വേറെ സ്ഥലത്ത് മാറി നിന്ന് നമ്മുടെ ഐറ്റം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ പേര് അറിയത്തില്ലെന്ന് പറഞ്ഞ ആ സാധനമാണ് ഞാൻ ആദ്യം തിന്നത്. എന്നാൽ നല്ല ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് വെള്ള കളർ എന്തൊക്കെയോ ഉണ്ടായിരുന്നത്. രണ്ടാമതെന്തായാലും അത് തിന്നതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായി മുട്ടയുടെ എന്തോ ഫ്ലേവർ ഉണ്ടായിരുന്നു. മുട്ടയാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന്. ഇത് സമൂസ ഇതെനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ കല്യാണം ഒക്കെ ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ ആയതുകൊണ്ട് തന്നെ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ ഈ പള്ളി ചുറ്റി കാണാൻ വേണ്ടി അങ്ങ് പോയി. പള്ളി ചുറ്റിക്കണ്ടെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ നേരെ പോയത് പന്തലിലേക്കാണ്. ആഹാര കാര്യങ്ങളൊക്കെ എന്തോ ആയെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. നമുക്ക് കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ മൊത്തം ആഹാര കാര്യങ്ങളാണ്. അന്നേരമാണ് ഞാൻ കാണുന്നത് എൻ്റെ കോളനിയിലുള്ള എല്ലാ ആൾക്കാരും ഈ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം കാര്യം പറഞ്ഞ് നമ്മൾ പന്തലിൻ്റെ അകത്തോട്ട് കയറി ചെന്നപ്പോഴാണ് കാണുന്നത് പന്തൽ ഇത്രയും വലിയ പന്തലായിരുന്നു. ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ആഹാരം എല്ലാം കഴിച്ചിറങ്ങി പോകാനൊക്കെ പറ്റും. അത്രയ്ക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയൊക്കെ വരവേൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പെണ്ണു രക്ഷയില്ലാതെ കൂട്ടുകാരെ മാസ് സെൻറ്ററിലാണ് വരുന്നത്. തീപ്പൊരിയൊക്കെ പറപ്പിച്ചുകൊണ്ടായിരുന്നു വരുന്നത്. പിന്നെ കയറി പോകുമ്പോഴും ആ ഒരു രംഗം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ആ ഒരു രംഗം മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഫോൺ ഒരു പണി തന്നു. അതുകൊണ്ട് നമുക്ക് ആ രംഗം മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവർ മണ്ഡപത്തിലോട്ടൊക്കെ കയറുന്നതും പിന്നെ അവിടെ നിന്ന് സംസാരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. പിന്നെ കാറ്ററിംഗ് ഏജൻസി ഇതൊക്കെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ഇതായിരുന്നു അവിടെ കാറ്ററിംഗ് ഏജൻസി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാലൊക്കെ മതി. അന്ന് ആഹാരമൊക്കെ സൂപ്പറായിരുന്നു. ചിക്കൻ വറുത്തത്, ബീഫ്, പിന്നെ മീൻ കറി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. ഇഷ്ടംപോലെ ആഹാരം ഉണ്ടായിരുന്നു. പരിപ്പ് കറി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അവർ വന്ന് ചോദിച്ചാൽ അപ്പം തന്നെ അവർ നമുക്ക് ഇട്ട് തരും. ചോദിക്കുന്നതിന് മുമ്പേ അവർ നമുക്ക് വിളമ്പി സെറ്റാക്കി തരും. തീരുന്ന കണ്ടു കഴിഞ്ഞാൽ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് വറുത്ത് സെറ്റായിരുന്നു കൂട്ടുകാരെ. ആഹാരമൊക്കെ നല്ല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ആ ചോറൊക്കെ കൂട്ടി ആ പരിപ്പൊക്കെ കൂട്ടി പിടിക്കാൻ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഫ്രൂട്ട് സലാഡാണ്. അതും അന്യ ടേസ്റ്റൊക്കെ ആയിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്ന ഞങ്ങൾ കൂട്ടുകാരെ. ഇനി അടുത്ത കല്യാണത്തിൽ എപ്പോൾ കാണാവോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഇനി ഇതും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം കൂട്ടുകാരെ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ബൈ.